എടുത്തിട്ട് ഒരാഴ്ചയായിട്ടുള്ള വണ്ടിയിൽ ചെറിയ രീതിയിൽ കാണുമ്പോൾ നമുക്കൊരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ പോരായ്മ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എന്റെ കയ്യിലുള്ളത് വിഡ VX2. Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase. നമുക്ക് ഇന്ന് ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് യൂസർ റിവ്യൂ നോക്കാം. ഇന്നത്തെ റിവ്യൂ മഴയത്താണ്, ബട്ട് എന്നാൽ നമ്മൾ തളരില്ല. ആക്ച്വലി ഇതെന്റെ ബ്രദറിന്റെ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ പുള്ളിക്കാരോട് തന്നെ ചോദിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രദർ, പുള്ളിനാണ് ഈ വണ്ടി. പുള്ളി ഇപ്പോൾ വണ്ടി എടുത്തിട്ട് ഏകദേശം എത്ര ദിവസം? ഒരാഴ്ചത്തെ റിവ്യൂ ആണ് പുള്ളി പറയാൻ പോണത്, യൂസർ റിവ്യൂ. അപ്പോൾ തനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടതും പിന്നെ പോരായ്മയായിട്ടുള്ള കാര്യങ്ങൾ താൻ പറയാം. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയാം. നല്ല ലുക്കാ. ഓക്കെ. വണ്ടി ഒരു ക്യൂട്ട് ലുക്ക് ആയിട്ടുണ്ട്. പിന്നെ ബാറ്ററി, ഇതിന്റെ ബാറ്ററി പോർട്ടബിൾ ബാറ്ററിയാ. ഇതിന്റെ ഇതുപോലെ തന്നെ. അപ്പൊ ഇതെങ്ങനെ ഓപ്പൺ ആക്കും? ഓക്കെ. അപ്പോ ഓക്കെ. അല്ല, അപ്പൊ ഈ ഒരു ബാറ്ററി വെച്ച് തനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റും. ഒരു ബാറ്ററി 50 കിലോമീറ്റർ ഓടാൻ പറ്റും. അപ്പൊ 150 വെച്ചിട്ട് 2 ബാറ്ററി ആകുമ്പോ 100 കിലോമീറ്റർ തനിക്ക് ഒറ്റ ചാർജിൽ വണ്ടി ഓടിക്കാം. അല്ല, അത് റിയൽ ടൈം ആണോ അതല്ലെങ്കിൽ കമ്പനി പറയുന്നതാണോ? അപ്പൊ റിയലില് നമുക്ക് 100 കിലോമീറ്റർ എങ്ങനെയായാലും വണ്ടി കിട്ടും. കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പവറും കാര്യങ്ങളൊക്കെ? പവർ അത്യാവശ്യം നല്ല പവറുണ്ട്. മൂന്ന് മോഡുണ്ട്. നോർമലി എല്ലാ വണ്ടിയുള്ള പോലെ, നോർമലി എല്ലാ വണ്ടി ഉള്ളതുപോലെ 3 മോഡുണ്ട്. അതിൽ സ്റ്റാൻഡ് കട്ടിക്കും. അതിനകത്ത് എക്കോ മോഡ്, റൈഡ് മോഡ്, സ്പോർട്ട്. ഓക്കെ. 3 മോഡുണ്ട്. 3 മോഡ്. ഇതിന്റെ ഡിസ്പ്ലേയുടെ വിസിബിലിറ്റി, ഇപ്പൊ നമ്മള് ഭയങ്കര വെയിലത്ത് കാര്യങ്ങളിലൊക്കെ പോകുമ്പോ തനിക്ക് ഇതെങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? ഡിസ്പ്ലേ ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കാ. ഇതെല്ലാം ഓട്ടോമാറ്റിക്കാ. വിസിബിലിറ്റി പ്രശ്നമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ആയിട്ടുള്ള ടൈമിൽ അങ്ങനെ കാണാൻ പറ്റും, കൂടിക്കോളും. സോ അതും ഇതിന്റെ ഒരു പോസിറ്റീവ്. എനിക്ക് വേറെ എന്താണ് ഇതിനെ കുറിച്ച് പോസിറ്റീവ് ആയിട്ട് പറയാനുള്ളത്? ഓടിക്കാൻ നല്ല കംഫർട്ടാ. ഇത് നമ്മള് മെയിൻ ആയിട്ട് ഗട്ടർ റോഡ് അല്ലെങ്കിൽ ഓടുമ്പോ ഗട്ടറിൽ നോർമലി ചെറിയൊരു ഇതുണ്ടെങ്കിലും പക്ഷെ നല്ല ഓടിക്കാൻ നല്ല കംഫർട്ടാ വണ്ടി. ഓക്കെ. അപ്പൊ അതും ഓക്കെയാണ്. ക്വാളിറ്റി, പാർട്സിന്റെ ക്വാളിറ്റി. അപ്പൊ ഇതിന്റെ പാർട്സിന്റെ ക്വാളിറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. മെയിൻ ആയിട്ട് എനിക്ക് എന്താ തോന്നുന്നത്? അത്യാവശ്യം ആവറേജ് നോർമലി നിൽക്കും, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഈ വിലയുടെ വെച്ചിട്ട് നമുക്ക് ഇത് ഓക്കെ, നല്ല ഇതാണ്. പിന്നെ ചെറിയ നെഗറ്റീവുകൾ ഉണ്ടാവാം, അത് എല്ലാത്തിനും സ്വാഭാവികം. അപ്പൊ അതും പുള്ളി ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ പോരായ്മയിലോട്ട് കിടക്കാം. സെൻട്രൽ സ്റ്റാൻഡ് ഇല്ല. സെൻട്രൽ സ്റ്റാൻഡ് അത് ശരിയാണ്. അത്യാവശ്യം നമുക്ക് ഒരു കാര്യത്തിന് ചില സമയത്ത് ചിലപ്പോൾ നമുക്ക് ആവശ്യം വരും. വന്ന സാധനമാണ്, പക്ഷെ അതില്ല. വണ്ടി വാഷ് ചെയ്യുമ്പോഴും കാര്യങ്ങളായിട്ട്. പിന്നെ രണ്ടാമതായിട്ട് എന്നോട് പലരും പറയുന്നുണ്ടായി ഈ ചെറിയ റെസ്റ്റ് ഇഷ്യൂ അവിടെ ഇവിടെ ആയിട്ട് കാണുന്നുണ്ട്. അത് എന്റെ വണ്ടിക്കുണ്ട്. എന്റെ ഹീറോ Zoom 125 ചെറിയ രീതിയിൽ റെസ്റ്റ് ഇഷ്യൂ പലയിടത്തേക്ക് കാണുന്നുണ്ട്. ഇപ്പൊ ഇതിലെവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ ആയിട്ട് ഇതിന് ചെറിയൊരിത് കാണുന്നുണ്ട്. അതിൽ വലിയ കാര്യമല്ല, ബട്ട് എന്നാലും എടുത്തിട്ട് ഒരാഴ്ചയായിട്ടുള്ള വണ്ടിയിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഡിസപ്പോയിൻമെന്റ് ഉണ്ടാവാം. അത് സ്വാഭാവികം. നമുക്ക് ഫ്യൂച്ചറിലോട്ട് നമുക്ക് നോക്കിയിട്ട് അതിന്റെ കാര്യങ്ങൾ നമുക്ക് അപ്പം നോക്കാം. പിന്നെ ഏതാ ഉള്ളത് ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ മിററിന്റെ ഇത് വന്നത് വെച്ചാൽ ഇതും അത്യാവശ്യം നല്ലൊരു ഇതാണ്, പക്ഷെ എന്നാലും ഇത്തിരി കൂടി സ്റ്റാൻഡേർഡ് ആക്കാമായിരുന്നു. പിന്നെ മറ്റേതായിട്ട് പറയുകയാണെങ്കിൽ സീറ്റ് എങ്ങനെയുണ്ട്? സീറ്റിലിരിക്കുമ്പോൾ ഇരിക്കാനൊക്കെ കംഫർട്ടാ. പിന്നെ ഒരു കംപ്ലൈന്റ് വെച്ചാൽ തുറന്നു കഴിയുമ്പോൾ ഇവിടേക്ക് ഒരു എന്താ പറയാ ക്വാളിറ്റി ഇല്ലായ്മ. ഇത് കുറച്ച് കൂടുതലായിട്ട് ഇതാവുന്നു. പോകുമ്പോ ഒരു പേടി വരും. ഓൾവേസ് വണ്ടി പക്കയാണ്. അപ്പോ ഇതാണ് പുള്ളി ഒരാഴ്ചയായിട്ടുള്ളൊരു റിവ്യൂ ആണ് പുള്ളി പറയുന്നത്. ഒരാഴ്ച കൊണ്ട് പുള്ളിക്ക് ഇത്രയും നല്ല കാര്യങ്ങൾ ഈ വണ്ടിനെ കുറിച്ച് തോന്നി, പിന്നെ കുറച്ച് പോരായ്മകളും തോന്നി. ഇത് കൂടാതെ നമുക്ക് കുറച്ചുകൂടി ഒരു ആഫ്റ്റർ 6 months ഒക്കെ നമുക്ക് ലോങ് ആയിട്ട് ചെയ്യാം. അത് പിന്നീട് ചെയ്യാവുന്നതാണ്. ടോട്ടൽ നോക്കുകയാണെങ്കിൽ തനിക്ക് ഈ റേഞ്ചിൽ ഇത് ഓക്കെയാണ്. വേറൊരു മെയിൻ തിങ് ചോദിക്കാനുള്ളത് ഇതിന്റെ ചാർജിങ് ടൈം. ഇലക്ട്രിക് വണ്ടി എന്ന് പറയുമ്പോൾ അതിന്റെ ചാർജിങ് ടൈം അതൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമുക്ക് എത്ര ടൈം എടുക്കും? അപ്പോൾ അതും കൂടി ചോദിക്കുക. അതെങ്ങനെയാണ് എൻ്റെ ഇത് വെച്ചിട്ട് നോക്കുന്നത്? നോർമലി 0 to 100 3.5 മണിക്കൂറാണ് കമ്പനി പറയുന്നത്. ഓക്കെ. പിന്നെന്ന് വെച്ചാൽ ഫാസ്റ്റ് ചാർജിങ് പോയിന്റ് സെക്ഷനിൽ മാത്രം അത്രേ ഉള്ളൂ. അത് 1 മണിക്കൂർ. അപ്പോൾ തനിക്ക് ചാർജ് ചെയ്യേണ്ട എടുക്കുന്ന ടൈം എന്ന് പറയുമ്പോൾ ടോട്ടലി ഒരു
3 മണിക്കൂർ 3 മണിക്കൂറിൽ ഫുൾ ചാർജ് ആവുമെന്ന് പറയുമ്പോൾ അതും ഓക്കെ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഏറ്റവും വിലയായിട്ട് നോക്കുമ്പോൾ വിത്ത് കമ്പയർ വിത്ത് അത് കഴിഞ്ഞാൽ മറ്റുള്ളതൊക്കെ പ്രൈസ് റേഞ്ച് ഇതിന് വെറും 1,20,000 ഇതിന്റെ റേറ്റ് വരുന്നത്. എത്ര കിലോമീറ്റർ ഓടി ആക്ച്വലി ഒരു 300 കിലോമീറ്റർ. ഒരു കിലോമീറ്ററിൽ താൻ ഈ വണ്ടി ഓടിച്ചിട്ട് അല്ലെങ്കിൽ ഓക്കെയാണ്, നല്ല കംഫർട്ട് കാര്യങ്ങൾ. സോ അപ്പൊ ഇതാണ് പുള്ളിയുടെ യൂസർ റിവ്യൂ ആയിട്ട് പുള്ളി പറയുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പിന്നെ എല്ലാം കൊണ്ടും ഈ വണ്ടി ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെന്നാണെങ്കിൽ, വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നാണെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading